ഉണ്ടാവണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്, കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നുണ്ടോ? കുട്ടികളുടെ കൂടെ നമ്മൾ വേണം. രണ്ടാമത്തത്, നന്നായിട്ട് മക്കളോട് സംസാരിക്കാൻ കഴിയണം. ഞാൻ ഇപ്പോഴടുത്ത് കണ്ടൊരു അനുഭവം ഞാൻ നിങ്ങളുടെ പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും. കുട്ടി നമ്മളോട് ചോദ്യം ചോദിക്കുന്നു. ഞാൻ തന്നെയാണെന്ന് കരുതിക്കോളൂ. എന്റെ മകൻ എന്നോട് ചോദ്യം ചോദിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? ഫോണിൽ നോക്കി ചാറ്റ് ചെയ്തുകൊണ്ട് അവന് മറുപടി പറയുന്നു. നമുക്കൊക്കെ വരുന്നൊരു സംഭവമാണ്, സ്വാഭാവികമാണ് അല്ലെ? ഇവിടെ നടക്കുന്ന സംഭവം എന്താ പറയാ, ഈ കുട്ടി മനസ്സിലാക്കുന്നു എന്നെക്കാൾ എന്റെ ഉപ്പാക്ക് വലിയത് ഈ സ്ക്രീനാണ്, ഈ മൊബൈലാണ്. അതിന്റെ ഉള്ളിൽ ഉപ്പ വ്യാപരിക്കുന്ന പലരുമാണ്. ഞാൻ രണ്ടാമത്തിടെയാണ്. ഈ കുട്ടിക്ക് നമ്മൾ പറയാതെ കൊടുക്കുന്ന സന്ദേശമാണിത്. പടച്ചോനെ, തമ്പുരാനെ, എനിക്ക് തരുന്ന ശിക്ഷയുടെ ഡബിൾ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കണം, അവനെന്ന് പറഞ്ഞു തന്നിട്ടില്ല. അതേ സമയം അന്ന് നമ്മൾ ചിലപ്പോ കണ്ണുരുട്ടിണ്ടാവും, അന്ന് ചിലപ്പോ പേടിപ്പിച്ചിട്ടുണ്ടാവും. ആ കുട്ടി നമ്മുടെ ഖബറിന്റെ അരികിൽ വന്ന് മീസാൻ കല്ലിന്റെ അരികിലുള്ള മൈലാഞ്ചിച്ചെടിയുടെ കമ്പ് പിടിച്ച് പ്രാർത്ഥിക്കും. റബ്ബനർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചോനെ, തമ്പുരാനെ, ചെറുപ്പത്തിൽ എന്നെ കുരുത്തം കെട്ട പാതയിലേക്ക് പോകുന്ന സമയത്ത് കൈ പിടിച്ചു വെച്ച എന്റെ പൊന്നുപ്പയാണ് പടച്ചോനെ ഇവിടെയുള്ളത്. ഈ 6 അടി മണ്ണിന് നീ പ്രവിശാലമാക്കണേ പടച്ചോനെ. എന്റെ ഉമ്മ എന്നെ പലതിനു വേണ്ടിയും കണ്ണു വിഴിച്ച് പേടിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മാനെ നീ ഒന്ന് വിശാലമായ ഖബറിലാക്കണമേ എന്ന് ദുആ ചെയ്യുന്ന മക്കളാവണം. അതിനെന്ത് വേണം? നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ ഉണ്ടാവണം.